ബ്രഹ്മോസ് എന്ന സൂപ്പർസോണിക് മിസൈലിനെ അടുത്ത 10 വർഷത്തേക്ക് ആർക്കും തകർക്കാനാവില്ലെന്ന് ബ്രഹ്മോസ് എയറോസ്പേസിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ. ബ്രഹ്മോസ് എന്ന ആയുധ സംവിധാനത്തെ അടിച്ചിടുക എന്നത് അസാധ്യമാണ്. ശത്രു മിസൈലുകൾക്കും റഡാറുകൾക്കും അപ്രാപ്യമാണ് ബ്രഹ്മോസ് മിസൈലിന്റെ കുതിപ്പ്. പാകിസ്ഥാന്റെ നെഞ്ചു തകർത്ത ബ്രഹ്മോസ് ലോകരാജ്യങ്ങൾക്ക് തന്നെ പേടി സ്വപ്നമാണ്. ആധുനിക സാങ്കേതിക വിദ്യകളോട് കൂടിയ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉയർന്നു വരികയാണ്. സെൻസറുകൾ, ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലുമുണ്ട്. എങ്കിലും ബ്രഹ്മോസ് മിസൈലിന്റെ രൂപകൽപ്പന ഇതിനെയെല്ലാം വെട്ടിച്ചു കടക്കാൻ പ്രാപ്തമാവുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇതുവരെ കുറ്റമറ്റ യുദ്ധ റെക്കോർഡാണ് ബ്രഹ്മോസിനുള്ളത്. ഇതുവരെ യുദ്ധത്തിൽ എതിരാളികൾ ഒരു ബ്രഹ്മോസിനെ പോലും വീഴ്ത്തിയിട്ടില്ല. മെയ് 2025 നടന്ന ഓപ്പറേഷൻ സിന്ദൂറിലാണ് ബ്രഹ്മോസിന്റെ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്കെതിരായ താണ്ഡവം കണ്ടത്. സുഖോയ് 30 മാർക്ക് 1 യുദ്ധവിമാനങ്ങളിലാണ് ബ്രഹ്മോസ് ഘടിപ്പിച്ചിരുന്നത്. ഒരു ബ്രഹ്മോസ് പോലും പാഴായില്ല. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ കണ്ണുകളെയും വെട്ടിച്ചാണ് ഈ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ നാശം തീർത്തത്. ചില വ്യോമ ബേസിൽ ബ്രഹ്മോസ് ഉണ്ടാക്കിയ കേടുപാടുകൾ ഇതുവരെയും അറ്റകുറ്റപ്പണികളിലൂടെ തീർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. യുക്രൈനെതിരെ റഷ്യ ഉപയോഗിക്കുന്ന P-800 ഒനിക്സ് മിസൈലുകൾ ബ്രഹ്മോസിന് മുൻപുള്ള മിസൈലുകളായിട്ട് കൂടി യുക്രൈനിൽ വൻ നാശം വിതയ്ക്കുകയാണ്. അവിടെ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ മിസൈലുകൾക്കോ P-800 ഒനിക്സ് എന്ന മിസൈലിനെ തകർക്കാൻ കഴിയുന്നില്ല. ആകെ 6% P-800 ഒനിക്സ് മാത്രമാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ബ്രഹ്മോസ് P-800 ഒനിക്സിനേക്കാൾ ആധുനികമാണ്. പുതിയ ഒട്ടേറെ സാങ്കേതിക വിദ്യകൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഭൂനിരപ്പിൽ നിന്നും 10 മുതൽ 15 മീറ്റർ വരെ മാത്രം ഉയരത്തിൽ മാക് 2.8 മുതൽ മാക് 3 വരെ വേഗതയിലാണ് ബ്രഹ്മോസ് കുതിക്കുക. അതായത് ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗതയിൽ ബ്രഹ്മോസ് കുതിക്കും. ഇത് എതിരാളികളുടെ റഡാർ ചക്രവാളത്തെക്കാൾ താഴെ കൂടിയാണ് ബ്രഹ്മോസിന്റെ സഞ്ചാരപാത. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ബ്രഹ്മോസ് ഭീഷണി തിരിച്ചറിഞ്ഞ് മിസൈൽ അയക്കുമ്പോഴേക്കും ബ്രഹ്മോസ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും. പാകിസ്ഥാനും ചൈനയും ബ്രഹ്മോസിനെ ചെറുക്കാനുള്ള സാങ്കേതിക വിദ്യയിൽ വലിയ ഗവേഷണം നടത്തുകയാണ്. ഗാലിയം നൈട്രൈഡിനെ അടിസ്ഥാനമാക്കിയുള്ള ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ എയ്റോ ഉപയോഗിക്കുകയാണ് ഇവർ. സൂപ്പർസോണിക് വേഗതയിൽ കുതിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ അടിച്ചിടാൻ ഉയർന്ന വേഗതയിൽ കുതിക്കുന്ന മിസൈലുകളെയും വികസിപ്പിക്കുന്നുണ്ട്. എങ്കിലും രാജ്യത്തിന്റെ മുഴുവൻ ഭൂപ്രദേശങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ ഉയർത്താൻ വലിയ ചെലവ് വരും. അതുകൊണ്ട് തന്നെ 2040 വരെ എന്തൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ഉയർത്തിയാലും അങ്ങേയറ്റം 15 മുതൽ 20% വരെ മാത്രമേ ബ്രഹ്മോസ് മിസൈലുകൾ പരാജയപ്പെടൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.